നമസ്കാരം, സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. ഫ്ളാറ്റിൽ നിന്ന് ദുർഗന്ധം, ഫ്രിഡ്ജിന് ചുറ്റും പുഴുക്കൾ, തുറന്നപ്പോൾ കഷ്ണങ്ങളായി മകളുടെ മൃതദേഹം. രക്തത്തുള്ളികൾ വീണ ഫ്രിഡ്ജിന് പുറത്ത് പുഴുക്കൾ ഇഴയുന്ന കാഴ്ചയാണ് പൂട്ടിക്കിടന്ന വാതിൽ തുറന്നപ്പോൾ കണ്ടതെന്ന് ബംഗളൂരുവിൽ കൊല്ലപ്പെട്ട മഹാലക്ഷ്മിയുടെ അമ്മ. അതികഠിനമായ ചീനമണവും ഉണ്ടായിരുന്നു. ബംഗളൂരു പോലീസ് തയ്യാറാക്കിയ FIRലാണ് അമ്മ മീന റാണയുടെ മൊഴി ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 29-കാരിയായ നെലമംഗല സ്വദേശി മഹാലക്ഷ്മി ദാസിന്റെ ശരീരഭാഗങ്ങളാണ് വയാലിക്കാവിൽ മുന്നേശ്വര ബ്ലോക്കിലെ അപ്പാർട്ട്മെന്റിലെ ഫ്രിഡ്ജിൽ നിന്നും കഷ്ണങ്ങളാക്കിയ നിലയിൽ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത്. നേപ്പാൾ സ്വദേശികളായ മീന റാണയും ഭർത്താവ് ശരൺ സിംഗും 35 വർഷം മുൻപാണ് ബംഗളൂരുവിലേക്ക് കുടിയേറിയത്. മഹാലക്ഷ്മിയുടെ സഹോദരൻ ഉക്കും സിംഗിനെ വിളിച്ച് ഫ്ളാറ്റിൽ നിന്ന് അസഹനീയമായ മണം വരുന്നുവെന്ന് അയൽക്കാരാണ് അറിയിച്ചത്. തുടർന്ന് പരിശോധനയ്ക്കായി എത്തിയതായിരുന്നു അമ്മ. വിവാഹിതയായ മഹാലക്ഷ്മി ഭർത്താവും മകളുമായി വേർപിരിഞ്ഞ് ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. ശനിയാഴ്ച മഹാലക്ഷ്മിയുടെ വീട്ടിലെത്തിയപ്പോൾ വീട് പുറത്തുനിന്ന് പൂട്ടിയിട്ടതായി കണ്ടെത്തി. വീട്ടുടമയിൽ നിന്ന് താക്കോൽ വാങ്ങി തുറന്നു നോക്കിയപ്പോൾ രൂക്ഷമായ ദുർഗന്ധമാണ് അടിച്ചു കയറിയത്. ഫ്രിഡ്ജിന് ചുറ്റും പുഴുക്കളായിരുന്നു. വസ്ത്രങ്ങളും ചെരുപ്പുകളും ബാഗുകളും സ്യൂട്ട് കേസും ഉൾപ്പെടെ എല്ലാം ഫ്ളാറ്റിന്റെ ലിവിംഗ് റൂമിൽ വലിച്ചുവാരി അലങ്കോലമാക്കി ഇട്ടിരിക്കുകയായിരുന്നു. ഫ്രിഡ്ജിൽ രക്തത്തുള്ളികളും കണ്ടെത്തി. ഫ്രിഡ്ജ് തുറന്നപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിച്ചു. അലറി വിളിച്ച് ഉടനെ ബന്ധുവിനെ അറിയിക്കാനായി ഓടിപ്പോയി. അവനാണ് പോലീസിനെ വിവരം അറിയിച്ചത്. പരാതിയിൽ മീന റാണ പറഞ്ഞു. മഹാലക്ഷ്മിയുടെ സഹോദരി ലക്ഷ്മിയുടെ ഭർത്താവ് ഇമ്രാനാണ് മീനയ്ക്കൊപ്പം ഫ്ളാറ്റിലെത്തിയത്. അവസാനമായി മകളും അമ്മയും തമ്മിൽ സംസാരിച്ചത് സെപ്റ്റംബർ 2-നാണെന്നും പരാതിയിൽ പറയുന്നു. 30-ൽ പരം കഷ്ണങ്ങളായാണ് മഹാലക്ഷ്മിയുടെ ശരീരം മുറിച്ചത്. മല്ലേശ്വരത്തെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിലെ ജീവനക്കാരിയായ ഇവർ ഒറ്റയ്ക്കായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത്.